താരെ സമീൻ പർ അല്ല സിത്താരെ സമീൻ പർ എന്ന് പറഞ്ഞ മൂവി കണ്ടു. ആക്ച്വലി ഈ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ഇത് താരെ സമീൻ പറിൻ്റെ സെക്കൻഡ് പാർട്ട് വല്ലതും ആണോ എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ കണക്ഷൻസ് ഒന്നുമില്ല. ഇതിനകത്ത് ആകെയുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ പേരും ഒരു കണക്ഷനല്ല, 2 കണക്ഷനല്ലേ. ആമിർ ഖാനാണ് അതിൽ നായകനായിട്ട് വരുന്നത്. അതുപോലെ ആമിർ ഖാൻ ഒന്നിലധികം കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളൊരു ഫാക്ടറും കൂടി ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് ആകെയുള്ള ഒരു സാമ്യം. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് എന്ന് പറയുന്ന സിനിമ തോന്നുന്നു അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ആണ്, അതിൻ്റെ ഒരു റീമേക്ക് ആണ്, ബോളിവുഡ് ഹിന്ദി റീമേക്ക് ആണ് ഈ സിനിമ. നീ കണ്ടിട്ടുണ്ടോ ചാമ്പ്യൻസ്? ഇല്ല, ഒറിജിനലിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ചിലപ്പോൾ റീമേക്ക് കാണില്ലായിരുന്നു. ഞങ്ങൾ ഒറിജിനൽ കണ്ടിട്ടില്ല. സോ ഞങ്ങൾക്ക് ഇതൊരു ഫ്രഷ് വാച്ച് ആയിരുന്നു. ആൻഡ് കണ്ടിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല പടമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അതെ, മേ ബി ഒറിജിനൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും കൂടി ആയിരിക്കാം നമുക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒരു നഷ്ടബോധവും തോന്നത്തില്ല. അത്രയും നല്ല പടമാണ്. ഇതിന്റെ ഒറിജിനൽ സിനിമ ഏതായാലും ഞങ്ങൾ കണ്ടിട്ടില്ല. എനിവേ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. പ്രത്യേകിച്ച് നമ്മൾ ബോറടിപ്പിക്കാത്ത രീതിയിൽ സിനിമ നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളെയും കാണിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിവേ കുറച്ച് പ്രഡിക്ഷൻ സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. ഒരു ടിപ്പിക്കൽ സിനിമയിൽ വരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഊഹിക്കാൻ പറ്റും ഇതാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ അത് നമ്മുടെ സിനിമ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ടോട്ടലി നല്ല ഒരു ഫ്ലോ ആ ഒരു സിനിമയ്ക്ക് ആ ഒരു കഥയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് അത് മാത്രമല്ല, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും നമുക്ക് പറയണം. ഇതിലെ ക്യാരക്ടേഴ്സ്, ആമിർ ഖാൻ, അതുപോലെ ഈ കുട്ടികൾ, അവർ ഭയങ്കര രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ഒന്നും കൊണ്ടുവന്ന് വിഷം കെട്ടിപ്പിച്ചിട്ടില്ല. ശരിക്കും ഡൗൺ സിൻഡ്രം, ഓട്ടിസം ഇങ്ങനെയുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവർ എഫേർട്ട് എടുത്ത് ഈ ഒരു സിനിമ ചെയ്തു എന്നുള്ളതാണ് എനിക്കിതിൽ കാണാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് തിങ്. ആൻഡ് ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി പറയുമ്പോൾ വളരെയധികം പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളത് അനുഭവിക്കാത്തോളം നമുക്കതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവത്തില്ല. ഇതിൽ ആമിർ ഖാൻ്റെ ക്യാരക്ടറുള്ള ഒരുപാട് പേരെ നമുക്ക് ഈ ലോകത്ത് കാണാൻ പറ്റും. നമ്മുടെ ചുറ്റിനും ഏറ്റവും കൂടുതലുള്ളത് ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിലുള്ള ആൾക്കാരായിരിക്കും. പുച്ഛവും ഇതുപോലത്തെ ഒരു കൊച്ചിനെയൊക്കെ കിട്ടിയ എന്തൊരു പാടാണ് എന്ന് പറയുന്നതും ഒക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവർ പ്യുവർ സോൾഡാണ്. അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലത്തെ നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം കിട്ടാത്തപ്പോൾ ഉള്ള വിഷമോ കാര്യങ്ങളോ ഒന്നുമല്ല. അവർ ഉള്ളതുകൊണ്ട് ഭയങ്കര സംതൃപ്തിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കില്ലാത്തതിൻ്റെ വിഷമം പറയാനോ അങ്ങനെയൊന്നും അറിയത്തില്ല. അത് വളരെ ബ്യൂട്ടിഫുള്ളി ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ടത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിനിമ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് ഇവരെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. അത് ഇവർ അഭിനയിച്ചത് വളരെ മനോഹരമായിട്ടാണ്. കാരണം നമുക്ക് അവരെ അറിയാൻ പറ്റും. ആ ഓരോ ആളെയും നമുക്ക് മനസ്സിലാവും. അവരുടെ ഉള്ളിലുള്ള ചിന്തകൾ, അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരെയും, ഇൻക്ലൂഡിങ് ആമിർ ഖാൻ ആണെങ്കിലും ജനീലിയാണ് ഇതിൽ നായികയായിട്ട് വരുന്നത്. അതും എടുത്തു പറയണം. അത് കുറേ നാൾക്ക് ശേഷമാണ് പുള്ളിക്കാരനെ നല്ലൊരു റോളിൽ നമ്മൾ വീണ്ടും കാണുന്നത്. ആ പഴയ അതേപോലെ തന്നെ ഇരിക്കുന്നു. ആൻഡ് ഷീ ഈസ് റിയലി ബ്യൂട്ടിഫുൾ. അഭിനയം ഭയങ്കര രസമായിരുന്നു. നല്ല ഞങ്ങൾക്ക് ശരിക്കും അതായത് ഇതിനകത്ത് ഈച്ച് ക്യാരക്ടറിന്റെ പ്ലേസ്മെന്റും ക്യാരക്ടറും, ഈവൻ ആമിർ ഖാൻ അമ്മ വേഷം ചെയ്തിരിക്കുന്ന പുള്ളിക്കാരി, എല്ലാവരും ഒന്നിനൊന്നും മെച്ചാണ് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ്. അതുപോലെ എനിക്ക് ഏറ്റവും എസ്പെഷ്യലി പറയുന്നത് ബിഗ് ഹാൻഡ്സ് ടു ഓൾ ദ സ്റ്റുഡൻസ്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്. അവരത് ബ്യൂട്ടിഫുള്ളി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടാവാം, അവരെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് എഫേർട്ട് ആൾക്കാർ എടുത്തിട്ടുണ്ടാവാം. ഓരോ സീനും ആ ഒരു ഇമോഷനിൽ ഇത് ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷെ അവർ പിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്കും എല്ലാവർക്കും അതൊരു ബിഗ് സല്യൂട്ട്. അത്രയും നന്നായിട്ടാണ് നിങ്ങളത് ചെയ്തിരിക്കുന്നത്. പിന്നെ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും എല്ലാ തരത്തിലും സിനിമ എക്സൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാമറയാണെങ്കിലും അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം കൊണ്ടും ആ ഒരു തീമിനെ നമ്മുടെ മുന്നിലേക്ക് മികച്ച രീതിയിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോലെ അല്ലായിരുന്നു. ആൻഡ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ എൻ്റെ പ്രഡിക്റ്റബിലിറ്റി തെറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഭയങ്കര ടു ഗുഡ് ടു ബി ട്രൂ എന്നൊക്കെ പറയുന്ന ആ ഒരു സാധനത്തിൽ നിന്ന് അവർ മാറ്റി ചിന്തിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. കാരണം യൂഷ്വലി ബോളിവുഡ് സിനിമകൾ എടുത്തു നോക്കിയാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ എലമെൻറ്റ്സ് ആയിരിക്കും അതിനകത്ത് കാണിക്കുക. ഇതിലങ്ങനെ കാണിക്കാനുള്ള സ്കോപ്പ് അവർക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും they didn't do that. അതെനിക്ക് നന്നായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോഴാണ് നമുക്കതിൻ്റെ അവരുടെ ആ കുട്ടികളുടെ മനസ്സിൻ്റെ ഇത് നമുക്ക് ശരിക്കും കണക്ട് ആവുന്നത്. സോ അവരത് ചെയ്തത് നല്ല ക്ലൈമാക്സ് ശരിക്കും സിനിമ ഇഷ്ടപ്പെടുന്നു. അത്രയും അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
പിന്നെ എനിക്കതിൽ ഒരു സിനിമയുടെ ആ ഒരു സ്റ്റോറി വൈസിലൊക്കെ പറയുമ്പോൾ ചെറിയൊരു നെഗറ്റീവ് പോലെ തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഈവൻ തോ ഇതൊരു നല്ലൊരു മെസ്സേജ് തരുന്ന വളരെ പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയൊക്കെ തന്നെയാണെങ്കിലും എനിക്ക് പേഴ്സണലി ആൾക്കാരോട്ട് ഒരുപാട് എന്താ അറ്റാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒരാളായി മാറി എന്നൊരു ഫീൽ തരുന്നതിലോ സിനിമ കുറച്ച് പുറകോട്ട് പോയി എന്ന് എനിക്ക് തോന്നി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇത് ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നമ്മളെ നിർത്തിക്കൊണ്ട് സിറ്റുവേഷൻസ് കാണിച്ചു തരുകയാണ് സിനിമ ചെയ്യുന്നത്. അതായത് സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കണം, ഇങ്ങനെയൊക്കെ ആവണം. കൂടുതൽ ലെക്ചറിങ് ഉണ്ട് ഇതിനകത്ത് കുറേ അധികം. അതെ, അപ്പൊ അതുകൊണ്ടാണോ എന്നറിയില്ല, ഇൻസ്റ്റഡ് ഞാൻ അവരിൽ ഒരാളാണ് എന്നൊരു ഫീല് ക്രിയേറ്റ് ചെയ്യാൻ സിനിമയ്ക്ക് കുറച്ചുകൂടി പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി. പക്ഷെ അതൊരു മൈന്യൂട്ട് കാര്യമാണ്, അതും എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എനിക്ക് റിലേറ്റ് ചെയ്തു, കാരണം എനിക്ക് എൻ്റെ ഫാമിലിയിലുണ്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള, ഇവർ പറയുന്ന പോലെ ഒരു 8 വയസ്സ് മുതൽ 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബ്രെയിൻ ഗ്രോത്ത് ആ കുട്ടിക്കുള്ളൂ. അങ്ങനെ പക്ഷെ എന്നെക്കാളും മൂത്തതാണ്, എൻ്റെ എൽഡർ ബ്രദറായിട്ടൊക്കെ വരും, കസിൻ ബ്രദറായിട്ട് വരും. ആൻഡ് കുറേ നാളായിട്ട് ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചുള്ളത് കാണുന്നതും ഒക്കെ കൊണ്ട് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള തിങ് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ഭയങ്കര പുച്ഛത്തോടെ കാണുന്ന ഒരു നായകനാണ് അതിലുള്ളത്. അപ്പോൾ ആ പുള്ളീനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. ദാറ്റ് അങ്ങനത്തെ കുറേ ഡയലോഗ്സും കുറേ സീൻസും ഇതിനകത്തുണ്ട്. അതുവഴി പ്രേക്ഷകരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല രീതിയിൽ ഒരു മെസ്സേജ് സിനിമയ്ക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ആൻഡ് സിനിമാറ്റിക് ലെവലിലാണ് സിനിമ അടിപൊളിയായിട്ട് തന്നെയാണ്. കാരണം ടിപ്പിക്കൽ ബോളിവുഡ് സിനിമയുടെ എലമെന്റ്സ് ഒക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ നല്ല കോമഡിയാണ്, ത്രൂ ഔട്ട് കോമഡിയാണ് പടത്തിലുള്ള. ചിരിച്ചിരിച്ചൊരു പരിഭവമാകും. അത് നല്ല കോമഡി, ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ള കാര്യം എല്ലാം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. സെന്റിമെന്റ്സ് അടുപ്പിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും അധികമില്ല. നമുക്ക് ഇമോഷൻ സെൻഡ് ആവുന്നുണ്ടെങ്കിൽ അത് ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള സെന്റിമെന്റ്സേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ആ സിനിമ എൻജോയ് ചെയ്യും. അത്രയും നല്ല ഒരു കോമഡി ആയിട്ടുള്ള ഒരു കോമഡി മൂവിയാണ് ആക്ച്വലി. ഫണ്ണാണ്, ഫൺ പാക്ഡ് ആണ് മൂവി. പക്ഷെ ഫണ്ടിന് ഉൾപ്പെടെ നമ്മളെയും ഒരു വലിയ കാര്യമാണ് അവരിത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഇത് കാണുമ്പോഴെങ്കിലും അങ്ങനത്തെ കുറെ ആൾക്കാർ മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അപ്പോൾ തിയേറ്റർ വാച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസപ്പോയിൻമെന്റ് തരാത്ത ഒരു സിനിമ തന്നെ ആയിരിക്കും. പിന്നെ ഏതായാലും ഒരു മികച്ച സിനിമ അനുഭവം തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ. ബിക്കോസ് ഞങ്ങൾ സിനിമ തിയേറ്ററിൽ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ സിനിമ നിങ്ങളെല്ലാവരും പറ്റണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.